ആ ബന്ധത്തിന് തുടക്കം കുറിച്ചത് അബൂ ത്വാലിബിൻ്റെ ഒരു വാക്കായിരുന്നു. മോനെ, ഞാൻ വൃദ്ധനായിരിക്കുന്നു, എൻ്റെ കയ്യിലൊന്നുമില്ല, നമുക്ക് സമ്പാദ്യവുമില്ല, കച്ചവടവുമില്ല. നമ്മുടെ ആളുകൾ ഷാമിലേക്ക് കച്ചവടത്തിന് പുറപ്പെടുന്നുണ്ട്. ഖദീജ അവളുടെ ചരക്കുകളുമായി ആളുകളെ അയക്കുന്നുണ്ട്. മോനൊന്ന് ബന്ധപ്പെട്ടാൽ മുൻഗണന ലഭിക്കാതിരിക്കില്ല. മോന് വിശ്വസ്തനാണെന്നും ശുദ്ധനാണെന്നുമൊക്കെ അവരും കേട്ടിട്ടുണ്ടാകുമല്ലോ. ഒരാൾക്ക് 2 ഒട്ടകമാണ് കൂലി കൊടുക്കുന്നതെന്നാണ് കേട്ടത്. ഞാനൊന്ന് സംസാരിച്ചു നോക്കിയാലോ? സംരക്ഷകനായ അബൂ ത്വാലിബ് നിസ്സഹായനായി ഒരു ദിനം പറഞ്ഞ വാക്കുകളായിരുന്നു ഇത്. സഹോദരപുത്രൻ അൽ അമീൻ ഇതിന് ഇങ്ങനെയാണ് പ്രതികരിച്ചത്: അങ്ങയുടെ ഇഷ്ടം പോലെ. ഖുവൈലിദിൻ്റെ പുത്രിയാണ് ഖദീജ. മക്കയിലെ സമ്പന്നയായ വനിത, വ്യാപാര പ്രമുഖ. ഒട്ടധികം ഒട്ടകങ്ങൾ അവരുടെ ചരക്കുകളുമായി ഷാമിലേക്ക് നീങ്ങാറുണ്ട്. വൻ ലാഭം നേടാറുമുണ്ട്. കച്ചവടത്തിന് പണം കടം നൽകി ലാഭം വീതിച്ചു അവർ സമ്പാദിക്കുന്നു. 2 പ്രാവശ്യം വിവാഹിതയാണ് ഖദീജ. ഒരിക്കൽ അതീഖ് ബിനു ആയിദിൻ്റെ ഭാര്യയായി, പിന്നെ അബൂഹാല ഹിന്ദു ബിനു സുറാറയുടെയും. പക്ഷേ ഭർത്തൃമതിയായി അധികകാലം കഴിയാനാകില്ല. മക്കൾ 2 പേരുണ്ട്. പിന്നെയും പല ഖുറൈശി പ്രമുഖരും വിവാഹമാലോചിച്ചതാണ്. എല്ലാം ഖദീജ നിരസിക്കുകയായിരുന്നു. വിശ്വസ്തനാണെന്ന് അറേബ്യ മുഴുവൻ അറിയപ്പെടുന്ന മുത്തുനബിയെ ചരക്കുമായി അയക്കാൻ ഖദീജയ്ക്ക് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടതുണ്ടായിരുന്നില്ല. അൽ-അമീനിൻ്റെ സഹായത്തിനായി തൻ്റെ അടിമ മൈസറത്തിനെയും കൂടെ അയച്ചു. അത് പതിവില്ലാത്തതാണ്. വ്യാപാരം കഴിഞ്ഞു തിരിച്ചെത്തിയ മൈസറത്തിന് യജമാനെ അറിയിക്കാൻ വിശേഷങ്ങൾ പലതും ഉണ്ടായിരുന്നു. വൻ ലാഭം നേടിയതു മാത്രമല്ല, താൻ കണ്ട പല അത്ഭുതങ്ങളും. ഒരു പുൽക്കൊടിയുടെ തണൽ പോലുമില്ലാത്ത മരുഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അൽ-അമീനിനു മാത്രം പ്രത്യേകമായൊരു തണൽ. വഴിമധ്യേ ഒരു മരച്ചുവട്ടിൽ വിശ്രമിച്ചപ്പോൾ സമീപത്തുണ്ടായിരുന്ന ആശ്രമത്തിലെ പുരോഹിതൻ ഇദ്ദേഹം ഒരു നബിയാണെന്നു പ്രവചിച്ചത്. കച്ചവടത്തിൽ കാണിച്ച സത്യസന്ധത എല്ലാം ഖദീജ താൽപ്പര്യത്തോടെ കേട്ടു. അവർ എന്തൊക്കെയോ തീരുമാനിച്ച പോലെയായിരുന്നു. അൽ-അമീനിനെ ഭർത്താവായി ലഭിക്കാൻ ഖദീജയ്ക്ക് ആഗ്രഹമുണ്ടെന്ന സന്ദേശം അബൂ ത്വാലിബ് ആഹ്ലാദപൂർവ്വം സ്വീകരിച്ചു. സ്വന്തം മക്കളെക്കാൾ താൻ സ്നേഹിക്കുന്ന സഹോദരപുത്രൻ തൻ്റെ കാലശേഷം കഷ്ടപ്പെടാതെ കഴിയാൻ ഇനി എന്തു വേണം? മുത്തുനബിക്കും മറുത്തൊന്ന് പറയാനുണ്ടായിരുന്നില്ല. അള്ളാഹുവിൻ്റെ നിശ്ചയം അതിൻ്റെ വഴിയെ നടക്കുന്നു. മക്കയിലെ പ്രമുഖരും കുബേരരുമായ പലരുടെയും വിവാഹാലോചനകൾ തള്ളിക്കളഞ്ഞ ഖദീജ ദരിദ്രനായ അൽ-അമീനിനെ ഭർത്താവായി സ്വീകരിക്കുന്നു. ചിലർ മുഖം ചുളിക്കാനൊരുങ്ങിയെങ്കിലും ഉടൻ തന്നെ അവർ മറിച്ചു ചിന്തിച്ചു. അല്ലെങ്കിലും അൽ-അമീനിന് എന്താണൊരു കുറവ്? സമ്പത്തു മാത്രം. മറ്റെന്തെങ്കിലും അറേബ്യയിൽ ആരെക്കാളും മേലെയല്ലേ അൽ-അമീൻ? വിവാഹം ആഹ്ലാദ സുദിനമാണിന്ന്. ഏകയായി കഴിഞ്ഞ ഖദീജയ്ക്ക് ഉത്തമ ഗുണങ്ങളുള്ള ഭർത്താവിനെ ലഭിക്കുന്നു. ദരിദ്രനായ അൽ-അമീനിന് ധനാഢ്യയെ ഭാര്യയായി ലഭിക്കുന്നു. സഹൃദയർക്ക് സന്തോഷിക്കാൻ ധാരാളം. ഖദീജയുടെ വീടിൻ്റെ കവാടങ്ങളൊക്കെയും മലർക്കെ തുറന്നിട്ടിരിക്കുന്നു. അതിഥികൾക്കെല്ലാം സ്വാഗതം. വിവാഹ ചടങ്ങിനു സമയമായി. അഭിമാനത്തോടെ എഴുന്നേറ്റ് നിന്ന അബൂ ത്വാലിബ് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചു: എൻ്റെ സഹോദരപുത്രന് കിടപിടിക്കാൻ ഇന്നാട്ടിൽ ആരുമില്ലെന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. സമ്പത്ത് ഇല്ലെന്നത് ശരി തന്നെ, പക്ഷേ സമ്പാദ്യം നീങ്ങിപ്പോകുന്ന നിഴലാണെന്ന് നാം ഓർക്കണം. മോൻ്റെ കുടുംബ ബന്ധങ്ങളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. ഖദീജയെ വിവാഹം ചെയ്യാൻ 12.5 ഊഖിയ സ്വർണ്ണ മഹറായി നൽകുകയാണ്. പിന്നെ
വധുവിൻ്റെ ഭാഗത്തു നിന്ന് വറഖത്ത് ബിൻ നൗഫൽ സംസാരിച്ചു. നിങ്ങളുടെ എല്ലാ മഹത്വവും ശ്രേഷ്ഠതയും ഞങ്ങൾ അംഗീകരിക്കുന്നു. നിങ്ങളുമായി ബന്ധം സ്ഥാപിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. വിവാഹ വാർത്ത സമംഗളം നടന്നു. 40-ഹാരി ഖദീജ 25 വയസ്സുള്ള അൽ അമീനിൻ്റെ സഹധർമ്മിണിയായി. എല്ലാം സർവശക്തൻ്റെ നിശ്ചയം. അവൻ അതുകൊണ്ട് എന്തെല്ലാം ഉദ്ദേശിച്ചെന്ന് അന്ന് ആരറിഞ്ഞു? വിവാഹം കേട്ടറിഞ്ഞ് ദൂരെ നിന്നും ഒരതിഥിയെത്തി. മറ്റാരുമല്ല, ബനു സഅദ് ഗോത്രക്കാരിയായ ബീവി ഹലീമ റളിയല്ലാഹു അൻഹ. തൻ്റെ പോറ്റുമകൻ്റെ വിവാഹകാര്യം അറിഞ്ഞു വന്നതാണവർ. തനിക്കു മുലപ്പാല് തന്നു വളർത്തിയ പോറ്റുമ്മ ഹലീമയെ ആഹ്ലാദാദരവുകളോടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിച്ചു. ഭർത്താവിൻ്റെ പോറ്റുമ്മ വന്നത് ഖദീജ ബീവിയെയും സന്തോഷഭരിതയാക്കി. പുതുനാരിയുടെ പെരുമാറ്റം ആ ഉമ്മയുടെ മനം കുളിർപ്പിച്ചു. പുത്രഭാര്യയെ ചേർത്തു പിടിച്ച് അവർ തലോടി. നിറഞ്ഞ മനസ്സോടെ ഹലീമ പോകാനൊരുങ്ങിയപ്പോൾ ഖദീജ ബീവി അവരെ വെറും കൈയോടെ അയച്ചില്ല. 40 ആടുകളെ നൽകി അവർ ബീവി ഹലീമയെ യാത്രയാക്കി. 15 സൽവത്സരങ്ങൾ എത്ര പെട്ടെന്നാണ് കടന്നുപോയത്. പ്രശ്നങ്ങളൊന്നുമില്ലാത്ത സമൃദ്ധ ദാമ്പത്യം, മാതൃകാ കുടുംബം. മാന്യനായ ഭർത്താവിൻ്റെ ഉത്തമ ഭാര്യയായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ. പണക്കാരിയെന്ന ഹുങ്ക് അവർ കാണിച്ചില്ല. സമ്പത്തിൽ മതിമറന്നില്ല. ഭർത്താവിൻ്റെ ഇഷ്ടത്തിനപ്പുറം ഒന്നും ചിന്തിച്ചതേയില്ല. 40 വയസ്സിന് മുമ്പ് തന്നെ ഭർത്താവ് പലപ്പോഴും ചിന്താധീനനായി കാണപ്പെട്ടു. പലപ്പോഴും ഗുഹകളിലും മറ്റും ധാന്യത്തിലായിരുന്നു. എല്ലാം ബീവി ഖദീജ അറിയുന്നുണ്ടായിരുന്നു. അവർ ഒട്ടും ശല്യപ്പെടുത്തിയില്ല. തൻ്റെ ഭർത്താവ് സാധാരണക്കാരനല്ലെന്ന ഉത്തമ ബോധ്യം അവർക്കുണ്ടായിരുന്നു. പണ്ട് പുരോഹിതൻ പ്രവചിച്ചത് അവരുടെ മനസ്സിലുണ്ട്. 40-ലെത്തിയ നാളുകളിലൊരിക്കൽ പ്രിയതമൻ പേടിച്ചു വിറച്ചു വീട്ടിൽ വന്നു. ഖദീജ, എന്നെ പുതപ്പിക്കൂ എന്നു പറഞ്ഞാണ് വരവ്. അവർ ഭർത്താവിനെ പുതപ്പിച്ചു, ശുശ്രൂഷിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ ആദ്യ വരവ്, പിടിച്ചമർത്തലും ഓതാൻ പറയലും എല്ലാം ആദ്യാനുഭവം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നന്നേ ഭയന്നു. ഞാൻ വല്ലാതെ പേടിച്ചു ഖദീജ എന്ന് പറഞ്ഞപ്പോൾ ഖദീജ ബീവിയുടെ പ്രതികരണം ഇപ്രകാരമായിരുന്നു: ഇല്ല, അള്ളാഹു നിങ്ങളെ വിഷമിപ്പിക്കില്ല. അങ്ങ് കുടുംബബന്ധം നിലനിർത്തുന്നു, അതിഥികളെ സൽക്കരിക്കുന്നു, അവശർക്ക് ആശ്വാസമേവുകയും പാവങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നു, സത്യസമരങ്ങളെ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളെ കീഴടക്കാൻ പിശാചിന് അള്ളാഹു അവസരം നൽകില്ല. മുത്തുനബിക്ക് ആ സാന്ത്വന വാക്കുകൾ വളരെ ആശ്വാസം പകർന്നു. ക്രിസ്ത്യൻ പണ്ഡിതൻ കൂടിയായ തൻ്റെ പിതൃവ്യപുത്രൻ വറഖത്ത് ബിൻ നൗഫലിൻ്റെ അടുത്തേക്ക് ഖദീജ ഭർത്താവിനെ കൊണ്ടുപോയി. എല്ലാം കേട്ട വറഖത്ത് പറഞ്ഞു, ഇപ്പറഞ്ഞത് സത്യമാണെങ്കിൽ ഇദ്ദേഹം ഈ സമൂഹത്തിലെ നബിയാണ്. ഈ സമൂഹത്തിൽ ഒരു നബി ആഗതനാകുമെന്ന് എനിക്കറിയാം. ആ സമയമായിട്ടുണ്ട്. പിന്നീട് പലപ്പോഴും ജിബ്രീൽ അലൈഹിസ്സലാം ആഗതനായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭയവും വിട്ടുമാറി. മുത്തുനബി പ്രബോധനവുമായി ജനമധ്യത്തിൽ താങ്ങും തണലുമായി ബീവി ഖദീജ. ആദ്യത്തെ വിശ്വാസിനി അവർ തന്നെയായിരുന്നു. തൻ്റെ ഭർത്താവിന് ലഭിക്കുന്ന സന്ദേശം സത്യം തന്നെയെന്നുറച്ചു വിശ്വസിച്ച അവർക്ക് അത് പ്രഖ്യാപിക്കാൻ വൈമനസ്യമേതുമുണ്ടായില്ല. അധികമാരും ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ലാത്ത ആദ്യകാലം. അന്നത്തെ ജീവിതത്തിൻ്റെ ഒരു കഷ്ടപ്പാട്. ഖുറൈശി പ്രമാണിമാരുടെ ക്രൂരതകൾക്ക് ഇരയായി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തളർന്നെത്തിയപ്പോഴൊക്കെയും ആശ്വാസത്തിൻ്റെ തുരുത്ത് ബീവി ഖദീജയായിരുന്നു. ആ മഹദിയുടെ സ്നേഹം നിറഞ്ഞ ആശ്വാസവാക്കുകൾ മുത്തുനബിക്ക് നൽകിയ ഊർജം നിസ്സാരമല്ല. ദീനിനു വേണ്ടി എന്തും സഹിക്കാൻ ബീവി ഖദീജ തയ്യാറായിരുന്നു.
തൻ്റെ സമ്പാദ്യം മുഴുവൻ അവർ സത്യസന്ദേശങ്ങളുടെ പ്രചരണത്തിനായി സമർപ്പിച്ചു. സമ്പന്നതയുടെ നടുവിൽ വാണ ബീവി ഖദീജ ക്ഷുത്തടക്കാൻ നിവൃത്തിയില്ലാത്ത നിലയിലെത്തി. ശുഐബ് അബീ ത്വാലിബിൽ കഴിച്ചുകൂട്ടിയ നാളുകൾ പച്ചിലകളല്ലാതെ ഒന്നും ഭക്ഷിക്കുവാനുണ്ടായിരുന്നില്ല. നബി തിരുമേനിക്കൊപ്പം അവർ കഷ്ടപ്പാടുകൾ സന്തോഷപൂർവ്വം ഏറ്റുവാങ്ങി. സഹോദരപുത്രനെ സ്നേഹപൂർവ്വം കാത്തുപോന്ന പിതൃവ്യൻ അബൂ ത്വാലിബ്, പ്രിയ ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ താങ്ങ് ഈ രണ്ട് വ്യക്തികളായിരുന്നു. തിരുനബിക്ക് ജീവഹാനി വരുത്താൻ മാത്രം പകയുമായി കഴിഞ്ഞ ശത്രുക്കൾ പലപ്പോഴും അതിനു അറച്ചു നിന്നത് പ്രമുഖനായ അബൂ ത്വാലിബിനെ ഭയന്നാണ്. ആ വലിയ തണൽ വൃക്ഷം ഇതാ കടപുഴകി. അബൂ ത്വാലിബ് യഹലോകം വെടിഞ്ഞു. അതിൻ്റെ ഫലമറിയാൻ അധികം കാത്തിരിക്കേണ്ടതുണ്ടായിരുന്നില്ല. അന്ന് മുത്തുനബി തങ്ങൾ വീട്ടിൽ വന്നത് മണ്ണ് പുരണ്ട ശിരസ്സുമായാണ്. ശത്രുക്കൾ വാരിയിട്ടതായിരുന്നത്. പിതാവിൻ്റെ തിരുശിരസ്സിൽ നിന്ന് മണ്ണ് കഴുകിക്കളയവേ പുത്രി ഫാത്തിമക്ക് കണ്ണീരടക്കാൻ കഴിഞ്ഞില്ല. കരയരുത് കുഞ്ഞുമോളെ, മോളുടെ ഉപ്പയെ അള്ളാഹു സംരക്ഷിക്കും. മുത്തുനബി തങ്ങൾ പുത്രിയെ ആശ്വസിപ്പിച്ചു. അബൂ ത്വാലിബിൻ്റെ വിയോഗത്തിൻ്റെ നഷ്ടഫലം ഇതാ അനുഭവിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇനി ഒരേ ഒരാശ്വാസം ഖദീജ മാത്രം. അവരിതാ രോഗിണിയായി കിടപ്പിലും. ആ കിടപ്പ് അധികം നീണ്ടില്ല. സംഭവ ബഹുലമായ ആ ജീവിതത്തിനു തിരശ്ശീല വീണു. തിരുനബിയുടെ മനം വിങ്ങി, കണ്ണുകൾ നിറഞ്ഞൊഴുകി. പ്രിയ ഭർത്താവിന് തീരാദുഃഖത്തിലാഴ്ത്തി ബീവി ഖദീജ റളിയല്ലാഹു അൻഹ യാത്രയായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹു ഈ മഹതിമാരോടൊപ്പം മുത്തുനബി തങ്ങളോടൊന്നിച്ച് നാളെ സ്വലോക സ്വർഗത്തിൽ നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.